ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണല് എൻ്റെ അപ്പം കൊണ്ട വെയിലിൻ്റെ ഫലമാണ്. ജീവിതത്തിൽ ഇന്നോളം നേടിയതിൻ്റെയൊക്കെ മുകളിൽ ഇരുന്നുകൊണ്ട് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു മുഖമാണ് നമ്മുടെയൊക്കെ അപ്പന്മാരുടെയൊക്കെ മുഖം. യേശുക്രിസ്തുവിലെ എത്രയും സ്നേഹം നിറഞ്ഞവരെ. എൻ്റെ അപ്പം കൊണ്ട വെയിലിൻ്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്ന തണല്. അതുപോലെ ഈശോയുടെ ജീവിതത്തിൽ തണൽ നൽകാനായിട്ട് ഒരുപാട് വെയിൽ കൊണ്ട ഒരപ്പൻ്റെ ഓർമ്മ ദിവസമാണെന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. തിരുവചനത്തിൽ യോസേപ്പിതാവ് അധികമൊന്നും സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. വളരെ നിശബ്ദനായിട്ടുള്ളൊരു മനുഷ്യൻ. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ സ്വയം ത്യജിക്കലിൻ്റെ, സ്വയം ത്യാഗം ചെയ്യുന്നതിൻ്റെ വലിയ മാതൃകയാണ് യോസേപ്പിതാവിൻ്റെ ആ നിശബ്ദത. ചെറിയ ചെറിയ തെറ്റുകൾക്ക് മുൻപിൽ പോലും തോറ്റു പോകുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. എന്നാൽ പുറകെ വന്ന ഓരോ പ്രശ്നങ്ങൾക്ക് മുൻപിൽ തോറ്റു പോകാതെ അടിപതറാതെ നിന്ന് ഇന്നിൻ്റെ മനുഷ്യന് വലിയ വെല്ലുവിളിയായി തീർന്നതാണ് യോസേപ്പിതാവിൻ്റെ ആ നിശബ്ദത. തിരക്ക് പിടിച്ചു ഓടുന്ന ഈ ലോകത്തിൻ്റെ ദൈവത്തിലേക്കൊന്ന് തിരിയാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ് യോസേപ്പിതാവിൻ്റെ നിശബ്ദത. ക്രിസ്മസ് രാത്രിയിൽ നാം അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും നിശബ്ദതയൊക്കെ യോസേപ്പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശാന്തിയും സമാധാനവും നിശബ്ദതയൊക്കെ ആണെന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരക്ക് പിടിച്ചോടുന്ന ലോകത്തിൽ യോസേപ്പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ഈ നിശബ്ദത എന്ന പുണ്യം ജീവിതത്തിൽ അഭ്യസിക്കാനായിട്ടുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ തിരുനാൾ എന്ന് പറയുന്നത്. ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ അപ്പന്മാർ ഒന്നുകൂടെ വന്നു നമ്മുടെയൊക്കെ അപ്പന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് അടുത്തിരുത്താനും അതുപോലെ അപ്പന്മാരെ ഇതുപോലെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഈ ദിവസത്തിൽ എങ്കിലും നമുക്കൊന്ന് സാധിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളൊക്കെ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ആമേൻ.